എന്താണ് ഓഫർ? എന്താണ് നോർമലി നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പറയില്ല ഒരു ഓഫർ കിട്ടി, അത് തന്നെയാണ് ഓഫർ എന്ന് പറയുന്നത്. അതായത് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? when one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that or other to such act or abstinence, he is said to make a proposal. ഒന്നുമില്ല, ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അതായത് ഒരാൾ അയാളെ വില്ലിങ്നെസ് അറിയിക്കുകയാണ്. നമുക്ക് വേറൊരാളോട് എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തരാം, കാര്യങ്ങൾ നീ അതിനെ കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ നിനക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ, കുറച്ചിങ്ങനെ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നതിനെ ഒരു പ്രപ്പോസൽ, മുന്നോട്ടൊരു പ്രപ്പോസൽ വെക്കുക, അതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. ആ പ്രപ്പോസൽ ചെയ്യുന്ന സമയത്ത് മറ്റൊരാളാണ് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. നമ്മളെ വില്ലിങ്നെസ് അറിയിക്കുക, ഇന്നൊരു കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വില്ലിങ്നെസ് ടു ഡു സംതിങ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഓഫർ എന്ന് പറഞ്ഞാൽ അടുത്തത് നോക്കാം, ഹൗ ഈസ് എൻ ഓഫർ മെയ്ഡ്? ഒരു ഓഫർ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയായിരിക്കും നോർമലി? രണ്ട് രീതിയിലാണ് നമുക്കൊരു ഓഫർ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് എക്സ്പ്രസ് ഓഫറും, സെക്കൻഡ് വൺ ഇംപ്ലൈഡ് ഓഫറും. ഓക്കെ, ഓഫർ എന്ന് പറഞ്ഞാൽ വില്ലിങ്നെസ് ടു ഡു എനിത്തിങ്, അന്ന് സാധ്യത നമ്മൾ അറിയിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നതിന് ഓഫർ എന്ന് പറയുന്നു. അപ്പോൾ ഓഫർ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, എക്സ്പ്രസ് ഓഫർ ആൻഡ് ഇംപ്ലൈഡ് ഓഫർ. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? when an offer is made by words spoken or written, it is termed as an express offer. അതായത് ഒരു ഓഫർ നമ്മൾ വേർഡ്സിലോ അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിലോ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഒരാളോട് പറയുക ചെയ്യുക, എനിക്കിങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം, ഒരു ഓഫർ കൊടുക്കാം. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളതൊരു റിട്ടൺ ഫോർമാറ്റിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരാളോട് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ വേർഡ്സിലോ അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിലോ നമ്മളൊരാൾക്കൊരു കാര്യം ചെയ്യുന്ന ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പ്രസ് ചെയ്തിട്ട് പറയാത്തത്. ഒന്നെങ്കിൽ ബൈ വേർഡ്സ് ആയിരിക്കാം, ബൈ വേർഡ്സ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിലോ നമുക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ എക്സ്പ്രസ് ഓഫർ തരുന്നത്. അപ്പോൾ ഇംപ്ലൈഡ് ഓഫർ എന്താ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നോട്ട് എ വേർഡ്സിലും ആയിരിക്കില്ല, റിട്ടേണിലും ആയിരിക്കില്ല. അതായത് ഇറ്റ് ഈസ് എൻ ഓഫർ വിച്ച് ഇസ് നോട്ട് മെയ്ഡ് ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് വേർഡ്സിലോ അല്ലെങ്കിൽ ഒരു റിട്ടൺ ഫോർമാറ്റിലോ എഴുതാതെ നമ്മൾ ചെയ്യുന്ന ഓഫർ, അത് അധികം വാലിഡ് ആയിരിക്കില്ലല്ലോ. അതിനാണ് നമ്മൾ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുക. അപ്പോൾ രണ്ട് രീതിക്ക് ഓഫർ ചെയ്യാം, എക്സ്പ്രസ് ഓഫർ ആൻഡ് ഇംപ്ലൈഡ് ഓഫർ. ബൈ വേർഡ്സ് ഓർ റിട്ടൺ ഫോർമാറ്റിൽ മെയ്ഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നു. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ നോട്ട് ടു മെയ്ഡ് ബൈ വേർഡ്സ് ഓർ റിട്ടൺ ഫോർമാറ്റ്. ഓക്കെ, അതാണ് ഓഫറിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് അക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, അക്സെപ്റ്റൻസ്. അപ്പോൾ ഓഫർ മനസ്സിലായല്ലോ, അതായത് വില്ലിങ്നെസ് ടു ഡു അല്ലെങ്കിൽ പ്രപ്പോസൽ ടു ഡു എനിത്തിങ്, അതിനെയാണ് ഓഫർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആക്സെപ്റ്റൻസ് എന്താ? നമ്മൾ കൊടുത്ത ഒരു ഓഫർ അയാൾ സ്വീകരിക്കുന്നതിനാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ലേൺഡ് ദാറ്റ് വെൻ ആൻ ഓഫർ ഈസ് ആക്സെപ്റ്റഡ് ഇറ്റ് റിസൾട്ട്സ് ഇറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ്. അതായത് ഒരു ഓഫർ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റ് ചെയ്യാൻ സ്വീകരിക്കുന്നതിനാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താവും? ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതെന്താവും? ഒരു അഗ്രിമെൻ്റ് ആവും. ഓക്കെ, അപ്പം ഒരു ഓഫർ നടത്തി ആ ഓഫർ ഒരാളെ ആക്സെപ്റ്റൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അപ്പോൾ അതെന്താവും? ഒരു അഗ്രിമെൻ്റ് ആവും. ഓക്കെ, അത് അതിൽ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെന്താണ്? ഹൗ ഈസ് എൻ അക്സെപ്റ്റൻസ് മെയ്ഡ്? ഒരു ആക്സെപ്റ്റൻസ് എങ്ങനെ മെയ്ഡ് ചെയ്യുക, നമ്മളെ ഓഫർ എങ്ങനെ മെയ്ഡ് ചെയ്യാന്നുള്ള ആക്സെപ്റ്റ് ചെയ്യുന്നതും കുറച്ച് ഇതിലുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും? ഫസ്റ്റ് വൺ, ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് അക്സെപ്റ്റൻസ്. നമ്മൾ ലീഗൽ റൂൾസ് പാലിക്കണം. അതായത് നമ്മൾ ഒരാളെ നമ്മളൊരു ഓഫർ കൊടുത്തെന്ന് കരുതി മറ്റേ ആൾ അതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാളെ കൊണ്ട് അത് സമ്മതിപ്പിക്കില്ല. അയാൾക്ക് അതിനുള്ള ലീഗൽ റൈറ്റ്സ് ഉണ്ട്, അതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അയാൾ ലീഗലി അത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരിക്കണം ഒരു വാലിഡ് ആക്സെപ്റ്റൻസിന്. രണ്ടാമത്തത് എന്താ? ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. അതായത് നമ്മൾ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിലായിരിക്കണം. അതായത് നമ്മളൊരു ഓഫർ പ്രൊവൈഡ് ചെയ്യുമ്പം
അയാൾ അതെന്താണ് അയാളുടെ വില്ലിങ്നെസ് അയാളെ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് അയാളൊരു പ്രോപ്പർ മാനറിലായിരിക്കും അയാൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിലായിരിക്കണം acceptance. Where the offer has prescribed a mode of acceptance, it must be accepted that very manner. അതായത് അതിനൊരു സ്റ്റാൻഡേർഡിലായിരിക്കണം ആ ആക്സെപ്റ്റൻസ് അയാൾ സ്വീകരിക്കുന്നത്. നമ്മൾ ഓഫർ നടത്തിയെന്ന് കരുതിയിട്ട് എല്ലാ ഓഫറും ഒരാൾ സ്വീകരിച്ചോളണം എന്നില്ല. ഓക്കെ, മൂന്നാമത്തത് എന്താ? ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ഓപ്പോസിറ്റുള്ള ആളോട്. അയാളെ ആക്സെപ്റ്റൻസും അയാൾക്കത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും അയാൾ അതെന്തായിരിക്കണം? കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നാലാമത്തെ പോയിന്റ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ പേഴ്സൺ ഹു ഹാസ് ദ അതോറിറ്റി ടു ആക്സെപ്റ്റ്. അതായത് ആരെടുത്താണോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അയാളോടായിട്ട് കറക്റ്റായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക, പേഴ്സൺ ടു പേഴ്സൺ ആയിട്ട്. ഓക്കെ, ദെൻ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ ദ ടൈം പ്രിസ്ക്രൈബ്ഡ് വിത്ത് എ റീസണബിൾ ടൈം. അതായത് നമ്മളൊരു ഓഫർ നടത്തിയിട്ട് അയാൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇന്നൊരു കാര്യം പറഞ്ഞ് ഒരു 2 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നിങ്ങൾ അന്നൊരു ഓഫർ പറഞ്ഞില്ല ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യമില്ല. അത് കറക്റ്റ് റീസണബിൾ ടൈമിൽ തന്നെ ഓഫർ നടക്കുന്ന സമയത്ത് അതിൻ്റെ റീസണബിൾ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. അതാണ് ഒരു വാലിഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൻ ബിഫോർ ദ ഓഫർ ലാപ്സസ് ഓർ ഇറ്റ്സ് വിഡ്രോവൺ. അതായത് നമ്മൾ നടത്തിയ ഓഫർ വിഡ്രോ ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ടൈം പീരീഡ് കഴിയുന്നതിന് മുന്നെയോ, അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, അതിൻ്റെ ഉള്ളിൽ അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത്രയും ഒരു വാലിഡ് ആക്സെപ്റ്റൻസിൻ്റെ പോയിന്റ്സ് ആണ്. ഓക്കെ, 6 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ദെൻ നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഒരു ഓഫറിൻ്റെയും ഒരു ആക്സെപ്റ്റൻസിൻ്റെയും കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ. അതെന്താ പറയുന്നത്? According to Section 4 of the Contract Act, the communication of an offer is complete when it comes to knowledge of the person to whom it is made. That is, when the letter containing the offer reaches the offerer. അതായത് ഓഫർ നടത്തുന്ന സമയത്ത് അത് എന്താ പറയുക, കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം എന്താണ്, ഒരു ഓഫർ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അത് എന്താ പറയുക, അപ്പുറത്തെ പേഴ്സണിന് എന്താ പറയുക അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. നമ്മളൊരു ഓഫർ നടത്തുന്ന സമയത്ത് അങ്ങനെ ഒരു ഓഫർ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ പേഴ്സൺസിന്, ആൾക്കാർക്ക് അതെന്തായിരിക്കണം, അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. ഓക്കെ, അതല്ലാതെ നമ്മൾ വെറുതെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആരും അറിയുന്നില്ലെങ്കിൽ കാര്യമില്ല. നമ്മളൊരു ഓഫർ നടത്തുന്നുണ്ടെന്നുള്ളത് കറക്റ്റ് ഒരു പേഴ്സണിനടുത്താണോ നമ്മൾ എത്തിക്കേണ്ടത്, അയാളുടെ അടുത്തത് കറക്റ്റ് നമ്മൾ ആ ഓഫർ എത്തിച്ചിരിക്കണം. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ. ആ ഓഫർ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം പേഴ്സൺ ടു പേഴ്സൺ ആണെങ്കിൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? ഒരു ഓഫർ നടത്തുന്ന ആ ഓഫറും ഓഫർ സ്വീകരിക്കുന്ന ആ ഓഫറിൽ നിന്നും നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? Section 4 പ്രകാരം, കോൺട്രാക്ട് ആക്ട് പ്രകാരം, ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് as against the proposer when it put in a course of transmission to him so as to be out of the power to acceptor and against the acceptor which it comes to the knowledge of the proposer. അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളോ അതേപോലെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആ ഓഫററോട് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ആ ഓഫർ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ നമുക്ക്, അതേപോലെ അത് വാലിഡ് ആണോ, നമ്മൾ ആരെയും ഫോഴ്സ്ഫുള്ളി എന്താ പറയുക ഭീഷണിപ്പെടുത്തിയിട്ടോ ത്രട്ടണിങ് ചെയ്തിട്ടോ ഒന്നും നമ്മൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കരുത്. അപ്പം വാലിഡ് ആക്സെപ്റ്റൻസ് ആകുമ്പം അയാളത് കറക്റ്റ് അതിനെക്കുറിച്ചുള്ള നോളജും കാര്യങ്ങളും ഇതേപോലെ പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫറും കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എന്നും പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിംപിളി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ബാക്ക് ഓർ വിഡ്രോയിങ്. അതായത് നമ്മൾ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്തിട്ട് അത് വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റീവൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിവൊക്കേഷൻ ഓഫ് ഓഫറും റിവൊക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസും ഉണ്ട്. നമ്മളൊരു പ്രപ്പോസൽ നടത്തുന്നു, അത് നിശ്ചിത സമയത്തിനുള്ളിൽ അയാൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റിവോക്കേറ്റ് ആവുന്നു. അതേപോലെ ഈ ഓഫറർക്ക് അതിനുള്ള അവകാശമുണ്ട്, അത് ഓഫർ എന്ത് ചെയ്യാം, റിവോക്കേറ്റ് ചെയ്യാനുള്ള സമയം അതിനുള്ള. ഓക്കെ.